നമസ്കാരം. ഞാൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ രാജേഷ് കുമാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഝാൻസി റാണി അംഗനവാടിയുടെ മുന്നിലാണ്. കാരണം ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മെമ്പറായിട്ട് ജയിച്ചു വന്നതിന് ശേഷം ആദ്യത്തെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഝാൻസി റാണി അംഗനവാടിക്ക് പുതിയൊരു ബിൽഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം കയറുന്ന സമയത്ത് തന്നെ അംഗനവാടിക്ക് പഴയ അംഗനവാടി ഓടിട്ടിട്ട് ഒരു ചെറിയ അംഗനവാടിയായിരുന്നു. അംഗനവാടിക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. അതിന് നമ്മൾ അംഗനവാടിയിലെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമായിട്ട് ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ബന്ധപ്പെട്ട് ബ്ലോക്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇപ്പോൾ വൈപ്പിങ്കരയിൽ തന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അംഗനവാടി പണിയാൻ സാധിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മറ്റൊരു വലിയ വിഷയം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷമായിട്ട് സ്വന്തമായിട്ട് ബിൽഡിങ്ങോ സ്ഥലമോ ഇല്ലാത്ത മറ്റൊരു അംഗനവാടിയും കൂടി ഉണ്ടായിരുന്നു, കരുണ അംഗനവാടി. അപ്പോൾ ആ അംഗനവാടിക്ക് നമ്മൾ 3 സെൻറ്റ് സ്ഥലവും അതിനനുസരിച്ചൊരു ചെറിയൊരു ബിൽഡിങ് കൊടുത്ത് അതിനുശേഷം ആ ബിൽഡിങ് കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 1 ലക്ഷം രൂപയോളം നമ്മൾ ചിലവാക്കിക്കൊണ്ട് അതിനൊരു അടുക്കള, അതുപോലെ തന്നെ അത് മൊത്തം ടൈല് വിരിച്ച് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇരിക്കാനായിട്ടുള്ള പഠനം നടത്താനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്. മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർഡിൽ അധികം റോഡുകൾ പണിയേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭരണകാലത്ത് തന്നെ ഒരു 8 റോഡോളം പുതിയത് പണിയാൻ കഴിഞ്ഞു. അതുമാത്രമല്ല 5 കാണകൾ പണിത്, 5 കൽവർട്ട് പണിത്, അത് പിന്നെ തിരുവനാകുന്ന് തുടങ്ങി നൈസം മണ്ടേല റോഡ് വരെ ബന്ധിപ്പിക്കണ 70 ലക്ഷം രൂപയുടെ MLA ശർമ്മ ഇരുന്നപ്പോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നൊരു ഫണ്ട് വെച്ചിട്ട് ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ്. 100 വർഷമായിട്ട് ജനങ്ങൾ സഞ്ചരിച്ചിരുന്ന PC സ്ക്വയർ റോഡ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കടമ്പയായിരുന്നു. അത് നമുക്ക് പകുതിയോളം ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയും കൂടി കാരണം നല്ലൊരു ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല. കിട്ടിയ ഫണ്ട് കൊണ്ടെല്ലാം നല്ല രീതിയിൽ ഏതാണ്ട് നല്ലൊരു ഭാഗം തന്നെ ആ റോഡിൻ്റെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എല്ലാം ഫണ്ട് ഉപയോഗിച്ചാണ് ആ റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് പുതിയ ബിൽഡിങ്ങിനെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടന സെക്ഷൻ വരെ ആയി നിൽക്കുകയാണ്. കുറച്ച് പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കൂൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. അതും വലിയൊരു പ്രശ്നത്തിലൂടെയാണ് അത് കടന്നു വരുന്നത്. കാരണം കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരൊക്കെ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളും ഫണ്ട് വിനിയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം കൂടി വന്നപ്പോൾ അതൊരു ഇത്തിരി വൈകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉദ്ഘാടന സെക്ഷനായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ടിരിക്കണ അതിൻ്റെ എല്ലാ പണികളും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നിസ്സാരം കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ MLAയുമായിട്ടൊക്കെ ആ വിഷയങ്ങളെല്ലാം സംസാരിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 വർഷമായിട്ടും ഒരു പെൻസിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും പഠനോപകരണങ്ങൾ പോലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആ രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഈ 5 വർഷക്കാലങ്ങളിൽ സ്കൂളിൽ എത്തിക്കാൻ കഴിഞ്ഞ്. പലവിധമായിട്ടുള്ള സംഘടനകൾ, ഇപ്പോൾ DYFI ഉണ്ട്, റോട്ടറി ക്ലബ്ബ് ഉണ്ട്, ലയൺസ് ക്ലബ്ബ് ഉണ്ട്, LIC ഉണ്ട്, വാട്ടർ അതോറിറ്റി, SBI, അതേപോലെ തന്നെ KSFE, ഇവിടെ നമ്മുടെ കൂട്ടുകാരുടെ സംഘടനയായിട്ടുള്ള സൗഹൃദ 19, BJP തുടങ്ങിയുള്ള എല്ലാ സംഘടനകളും സ്കൂളിനെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെല്ലാം സ്കൂൾ പെയിൻറ്റിങ്, സ്കൂൾ ക്ലീനിങ്, അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ പുസ്തകങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, TV, ഫ്രിഡ്ജ്, TV തുടങ്ങിയ എല്ലാ സാധനങ്ങളും സ്കൂളിലോട്ട് ഫ്രീ ആയിട്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ തന്നെ സ്കൂൾ മുഴുവനും ഈ 5 വർഷവും പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഈ പ്രാവശ്യം ഏതാണ്ട് 60 ലിറ്റർ പെയിൻറ്റിനാണ് സ്കൂൾ മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ BJP അവർ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ബാഗ് കൊടുക്കും. DYFI അതുപോലെ തന്നെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും 1 വർഷത്തേക്കുള്ള നോട്ട് ബുക്ക് കൊടുക്കും. അതുപോലെ തന്നെ മുഴുവൻ ക്ലാസ് റൂമുകളും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. മൊത്തം സ്കൂൾ ക്ലീൻ ചെയ്ത് തരും. അങ്ങനെ എല്ലാ സംഘടനകളും വരും. റോട്ടറി ക്ലബ്ബ്, കൊട, ലയൺസ് ക്ലബ്ബ് അവർക്ക് പറ്റിയത്, ടിഫിൻ ബോക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കുട്ടികൾക്ക് ഏതാണ്ട് പ്രവേശനോത്സവം ഒരു നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമാക്കിയിട്ട് ഞങ്ങളെല്ലാവരും മാറ്റാറുണ്ട്. അതെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അംഗനവാടിയിൽ തന്നെയും വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മെമ്പർ എന്ന നിലയിലും അല്ലാതെ ഇവിടെയുള്ള സംഘടനകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഒരു ദുഃഖകരമായിട്ടുള്ളൊരു ചെറിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടനം ചെയ്ത് കിട്ടണം. അതുമാത്രമാണ് നമുക്ക്
അധികാരികളോട് എല്ലാവരോടും നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളെല്ലാം ആസ്തിയിലുണ്ടായ മുഴുവൻ റോഡുകളും നമുക്ക് ഈ കാലഘട്ടത്തിൽ പണിയാൻ കഴിഞ്ഞ് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം കാണകൾ നിർമ്മിക്കാൻ കഴിഞ്ഞ്. ഇനി കുറച്ച് ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ബാക്കിയുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ PC സ്ക്വയർ തുടങ്ങിയുള്ള റോഡിൻ്റെ ബാക്കി പണി തീർക്കാനുണ്ട്. ഒരു സ്ഥലത്തൊരു കാണ പണിയാന്ന് പറഞ്ഞത് അത് സ്ഥലം വിട്ട് കിട്ടാത്തത് കൊണ്ട് നടക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മാത്രം നമുക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജേഷ് കുമാർ എന്ന് പറയുമ്പോൾ ഈ പള്ളിപ്പുറം പഞ്ചായത്തിൽ 3 മെമ്പർമാരാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നത്. അതായത് ഒന്ന് രമണി അജയൻ, രാധിക സതീഷ്, പിന്നെ രാജേഷ് കുമാർ. എൻ്റെ അയൽവാസിയാണ്, എനിക്ക് ചെറുപ്പം മുതലറിയാം, നല്ല സൽസ്വഭാവിയാണ്. അതുകൊണ്ട് മാത്രമാണ് അത്രയും ഭൂരിപക്ഷം 411 വോട്ടിനാണ് ഈ രാജേഷ് കുമാർ ജയിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ മെമ്പറായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ ആ സോഷ്യൽ സർവീസിന് ഗുണം കൊണ്ട് ആ 411 വോട്ട് ഭൂരിപക്ഷം കിട്ടാൻ അർഹനായി. അതിനു മുമ്പ് ഇവിടെ കിട്ടിയിരുന്നത് ജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ല, നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ല. എന്നാൽ സോഷ്യൽ വർക്കുമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സൗഹൃദ 19 എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ ആ സംഘടനയുടെ രക്ഷാധികാരി കൂടിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളും ഇവിടെ പ്രവർത്തനവും രാജേഷിൻ്റെ പ്രവർത്തനവും ക്രോഡീകരിച്ചുകൊണ്ട് പല സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം രാജേഷിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന അംഗൻവാടി ജാൻസി റാണി അംഗൻവാടി എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് ഞങ്ങളൊക്കെ യുവാക്കളായിട്ടിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ കഠിനാധ്വാനം നടത്തിയിട്ടാണ് അതിൻ്റെ ബേസിക്കലി തോട്ടിൽ കൊണ്ടുവന്ന് ആ പുത്തൻതോടിൻ്റെ പക്കത്ത് കൊണ്ടുവന്ന് കരിങ്കൽ ഇറക്കിയിട്ട് ഞങ്ങൾ സേവനം നടത്തിയിട്ടാണ് ആ പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര വർഷം, എനിക്കിന്ന് 66 വയസ്സായി. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ആ അംഗൻവാടിക്ക് ഒരു കെട്ടിടം വേണമെന്നുള്ളതിൻ്റെ പ്രവർത്തനത്തിന് മുൻകൈ എടുത്ത ഒരു വ്യക്തി നിലവിലെ രാജേഷാണ്. രാജേഷിൻ്റെ പ്രവർത്തനം അത് പ്രശംസനീയമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രവർത്തനം ഈ 5 വർഷക്കാലത്തിനുള്ളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിലുപരി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കരുത്തലത്തോടിൻ്റെ സമീപത്തുകൂടി PC സ്ക്വയർ നിങ്ങൾ അറിയപ്പെടായിരിക്കും. ഇവിടുത്തെ ഒരു പഴയതല്ല, നിലവിൽ ധനാഢ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് കരുത്തലയിലുള്ള PC സ്ക്വയർ. ആ PC സ്ക്വയറിന് അതിൽ നിന്നും വഴി ഈ ഇതിലൂടെ പോരുന്നതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യവും ശ്രമിച്ചാണ്. ഞാനും അതിനകത്ത് ഒരു പങ്കാളിയാണ്. അതായത് സൗഹൃദ 19ൻ്റെ കെയർ ഓഫിൽ ഞാനും അതിനകത്ത് ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ചെന്ന് സംസാരിക്കുകയും ഒക്കെ അവർക്ക് താല്പര്യമില്ല, അവരുടെ പറമ്പ് ക്രോസ് ചെയ്ത് ഇത് കൊടുക്കാൻ. അതിനകത്തൊക്കെ രാജേഷും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമനും ഒക്കെ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഇന്ന് ആ കാണുന്നൊരു 1/2 കിലോമീറ്റർ ആണെങ്കിലും നല്ല രീതിയിൽ PC സ്ക്വയറിൻ്റെ അതിർത്തിയിൽ നിന്നും കിഴക്കോട്ടേക്ക് നല്ല രീതിയിൽ കൾവർട്ട് കെട്ടി പോകുന്നതിന്, ഈ ടൈലിട്ട് റോഡ് വരുന്നതിന് കാരണമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്നത് ഈ നിലവിലെ വാർഡ് മെമ്പറായ രാജേഷിൻ്റെ പ്രവർത്തനം നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഒട്ടനവധി റോഡുകളും കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഏകദേശം എല്ലാവരുടെയും വീടുകളിൽ കുടിവെള്ളം എത്തിച്ചേരണം എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് നടക്കുകയാണ് രാജേഷൊക്കെ. അതിനേക്കാൾ ഉപരി രാജേഷിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയാണെങ്കിലും എവിടെ വിളിച്ചാലും സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞ മെമ്പർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു മെമ്പർ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് ജനകീയനായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നമ്മൾ 13 വീടുകൾ ഇവിടെ പണിത് നൽകിയിട്ടുണ്ട്. ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ഒരു വാർഡിൽ തന്നെ 13 വീടുകൾ നമുക്ക് പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് വാർഡിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത എല്ലാ ഭാഗത്തും നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വീട് മാത്രമേ വാർഡിലുള്ളൂ. അത് ഈ അടുത്ത ദിവസം ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ പോയിട്ടുള്ളൂ.
അത് കുറച്ച് സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ടാണ്. അതിപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ അതും ചെയ്യും. അപ്പോൾ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈഫ് മിഷനിൽ 13 വീടുകളും നമുക്ക് പണിത് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് സംഘടനകൾ ഉള്ളൊരു ഇതാണ്. ഇവരെല്ലാം കൂടി ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് നാടിന് വേണ്ട എല്ലാ വികസന പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടക്കകാലങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡുകളെല്ലാം എല്ലാ 3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ സംഘടനകളിലും പുല്ല് വെട്ടണ മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചെല്ലാം എല്ലാ മാസവും റോഡുകളെല്ലാം ക്ലീൻ ചെയ്തിടല്, അതുപോലെ തന്നെ സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം എത്തിക്കൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ സൗഹൃദ 90 എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സിൻ്റെ എല്ലാം വടംവലി മത്സരങ്ങൾ, അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ കുട്ടികൾക്ക് വയോജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ, ഇതെല്ലാം ചെയ്യാമായിരുന്നു. സ്കൂളിൽ തന്നെ ഒരു കുട്ടിയുടെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മക്കും വയോജന ദിനത്തോടനുബന്ധിച്ച് നമ്മൾ പുതപ്പ് കൊടുക്കുന്ന ഒരു ചടങ്ങ് നടത്തി. ആ ചടങ്ങിൽ ആ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയുടെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും വിളിക്കും. ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും പുതപ്പ് കൊടുക്കും. SBയുടെ റീജിയണൽ ഓഫീസിലൊരു മാഡത്തിന് നമ്മൾ ഇതിൻ്റെ 20 രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു SBയുടെ. അത് എൻ്റെ ഒരു അപകട ഇൻഷുറൻസാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആ മാഡം ആ ധന്യമായ ഇത് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാണ്ട് എല്ലാവർക്കും ഫോൺ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, രാജേഷ് ആൾക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ ഞാൻ ഈ അപകട ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളും ഇവരുടെയും ആ ഒരു പ്രസൻസും ആ ഒരു സന്തോഷം കൊണ്ട് ഏതാണ്ട് 70ഓളം കുട്ടികളന്ന് പഠിക്കേണ്ടത് 70ഓളം കുട്ടികളുടെ അപ്പൂപ്പനും അമ്മൂമ്മക്കും നമുക്ക് ഇങ്ങനെ സമ്മാനങ്ങൾ എത്തിക്കാൻ ഒരുപാട് പരിപാടികൾ ഈ വാർഡിൽ കിടന്നു. മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ്, എക്സൈസിൻ്റെ എല്ലാം പരിപാടി, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവരുടെ ജില്ലാ ടീമിൻ്റെ എല്ലാം വടംവലി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് അതല്ലാണ്ട് ഡിംനീഷ ക്ലാസ് നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ട SLC +2 ഒക്കെ വിജയിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ്സുകൾ MP ജോസാർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കാൻ, അങ്ങനെ നിരവധിയായ ക്ലാസ്സുകളെല്ലാം നമുക്ക് ഇവിടെ കുട്ടികൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ളൊരു വികസനം, എല്ലാ തലത്തിലും സമഗ്രമായിട്ടുള്ളൊരു വികസനം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വയോജനങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മെമ്പറായിട്ട് ആദ്യം വന്നപ്പോൾ വയോജനങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കൂടാനായിട്ടുള്ളൊരു മുറി വേണമെന്നാണ്. അങ്ങനെ നമ്മൾ അംഗൻവാടിക്ക് വേണ്ടി പുതിയ ബിൽഡിംഗ് എടുത്തപ്പോൾ അതിലൊരു റൂം വയോജനങ്ങൾക്ക് കൂടാനായിട്ടുള്ളൊരു റൂമാക്കി നമ്മൾ കൊടുത്ത്, അങ്ങനെ ഒരുമിക്കവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിഞ്ഞ്. അപ്പുറത്തെ ഭാഗത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കരുണ അംഗനവാടി, അവിടെയുള്ള ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു അംഗനവാടി വേണമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ സ്ഥലവും ബിൽഡിങ്ങും ഏതാണ്ട് 6-7 ലക്ഷം രൂപയോളം മുടക്കി നമ്മൾ സ്ഥലവും ബിൽഡിങ്ങും എല്ലാം എടുത്ത് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 2 അംഗനവാടി, 8 റോഡ്, 5 കാണ, 5 കലങ്ക്, ഇതെല്ലാം നമുക്ക് ഈ വാർഡിൽ സാധിക്കണം. പിന്നെ ഞങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റ് മൾട്ടിപർപ്പസ് സൊസൈറ്റി തുടങ്ങി. അത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിലെയും പുറത്തുള്ള ആൾക്കാരെ അങ്ങനെ ഒന്നിച്ച് കൂട്ടിച്ചേർത്തിട്ട് മൾട്ടിപർപ്പസ് സൊസൈറ്റി തുടങ്ങി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെറുതായിട്ട് ആരംഭിച്ചു വരികയാണ്. അതിൻ്റെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വ്യവസായ വകുപ്പിൽ നിന്ന് ആളുകൾ വന്ന് നമ്മൾ മർച്ചൻസിൻ്റെ ഹാള് റെൻറ്റിനെടുത്ത് അവിടെ വെച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ച് അതിൻ്റെ ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം തിരഞ്ഞെടുത്ത്, അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനി വരും. ഇപ്പോൾ അത് സ്വന്തമായിട്ട് വർക്കുകൾ ഏറ്റെടുത്ത് തുടങ്ങുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയി നിൽക്കണേണ്. അപ്പോൾ അതും ഭംഗിയായിട്ട് വരും. ഭാവിയിൽ നമുക്കൊരു ലേബർ സൊസൈറ്റി പോലെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ വാർഡിലും പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് GLPS ചക്കരക്കടവ് ഗവൺമെൻറ് സ്കൂളിലാണ്. ഇപ്പോൾ ഈ വസ്തുവിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നല്ല ഭംഗിയുള്ള, നന്നായിട്ട് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്കൂൾ കാണാം. അതിൻ്റെ ഇപ്പുറം തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിൽഡിങ്ങാണ്. 1 കോടി രൂപയുടെ പദ്ധതിയാണ്. മുഖ്യമന്ത്രി തറക്കല്ലിട്ടതാണ്. അതിനുശേഷം നല്ല വേഗതയോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഏതാണ്ട് 32 പൈലിങ് 28 മീറ്റർ താഴ്ചയിലുണ്ട്.
പ്രളയം വന്നാലോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ എന്ത് വന്നാലും തകരാത്ത രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഈ ബിൽഡിംഗ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ, ഇതിൻ്റെ ഡോർ ഉൾപ്പെടെ പെയിൻറ്റിങ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ എന്നാലും ഇതിന് കുറച്ച് പണികൾ കൊണ്ടുണ്ട്. ജനലിന് ഫ്രെയിം ഇടുക, കയറി വന്ന റാമ്പിന് കൈവരികൾ വെക്കുക, ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനുള്ളത് ഗ്രില്ല് വെച്ച് മറക്കുക, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇനി സ്കൂളിൽ ചെയ്യാനുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. എല്ലാ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഓരോ വർഷം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളോട് സങ്കടകരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മെമ്പറെ അല്ലെങ്കിൽ രാജേട്ടാന്നാണ് വിളിക്കുന്നത്, എന്നാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയണം. അതനുസരിച്ച് നമ്മൾ എല്ലാ ആളുകളായിട്ടും സംസാരിക്കാറുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ MLA ഉൾപ്പെടെ എല്ലാവരോടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണതാണ്. ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തരാമെന്നുള്ള അത് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടും. നമുക്കത് ഉദ്ഘാടനം പെട്ടെന്ന് നടത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഉള്ളുകൊണ്ടൊരു ഇതാണ്, നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു വിഷമം കൂടി നമുക്കുണ്ട്. സ്കൂളിൽ നമ്മൾ പറഞ്ഞല്ല, ബാത്റൂം അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ ഇതെല്ലാം നമ്മൾ പഞ്ചായത്തിൻ്റെ സഹായമില്ലാതെയാണ് മുഴുവനും ടൈലിട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ ഓരോ ക്ലാസ് റൂമിലും 2 ഫാൻ വെച്ചും ഇവിടെ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ വെച്ച് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വലിയത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണ നമ്മുടെ പഴയ ഉപ്പാവുംപെര എന്ന് പറയും, അതായത് കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നതിന് ഇപ്പോൾ ക്ലാസ് റൂമായിട്ട് എടുത്തേക്കുന്നതിന് ആ റൂമുകളെല്ലാം നമുക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ടൈലിട്ട് കൊടുക്കാനും സ്കൂളിൻ്റെ പഴയ ഗേറ്റ് ഉൾപ്പെടെ എല്ലാം മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ BRCയുടെ വർണ്ണക്കൂടാരം നമ്മുടെ സ്കൂളിലായിരിക്കും അനുവദിക്കുന്നത്. അപ്പോൾ ഒരു 10.5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണത്. അതും കൂടി വരുമ്പോൾ നമ്മുടെ സ്കൂൾ വളരെ ഭംഗിയുള്ളൊരു സ്കൂളായിട്ട് മാറും. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നടന്നു കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതാണ് നമ്മുടെ PC സ്ക്വയർ റോഡ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 100 വർഷത്തോളം പഴക്കമുള്ളൊരു റോഡാണ്. നമ്മളെല്ലാം പണ്ട് കാലങ്ങളിൽ റേഷൻ കടയിലോട്ടെല്ലാം പോരുന്നത് ഈ വഴിയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ പകുതിയോളം നമുക്ക് നല്ല രീതിയിലുള്ള ടൈൽ റോഡാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തോടിൻ്റെ സൈഡ് ചിറകെട്ടിയെടുത്തിട്ടുണ്ട്, പുതിയ കലുങ്ക് പണിതിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൊരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരെ കാണുമ്പോൾ നമുക്കറിയാം പാലം കാണാം, പാലത്തുമ്മ കൂടി വണ്ടി പോകണതെല്ലാം കാണാം. ഇതിലോട്ടൊരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇത് ഈ സ്ഥലത്തിൻ്റെ ഉടമയുമായിട്ട് പഞ്ചായത്ത് അധികൃതമായിട്ടെല്ലാം 1-2 പ്രാവശ്യം ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ളൊരു പഠനവും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഏറ്റെടുത്ത് നമുക്ക് പെട്ടെന്ന് നടത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു 10-20ഓളം കുടുംബങ്ങളുണ്ട്, അവർക്ക് മറ്റൊരു വഴിയില്ല. അപ്പോൾ ഞാനിരുന്ന മെമ്പറായിട്ട് പറഞ്ഞ കാലത്ത് എന്നോട് അവിടുത്തെ ജനങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റോഡുണ്ടാക്കി കിട്ടണം എന്നുള്ളതായിരുന്നു. അതെനിക്ക് പകുതിയോളം ചെയ്യാനേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം കൂടി ഇനി വരുന്ന മെമ്പർമാർക്ക് അത് ചെയ്യാൻ കഴിയും. കാരണം ഞങ്ങളുടെ കാലാവധി കഴിയണേണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത തന്നെ നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ സ്ഥലവും ഇതെല്ലാം ഏറ്റെടുത്തപ്പോൾ ഒരു കോൺട്രാക്ടർ പോലും ഈ വർക്ക് ഏറ്റെടുത്തില്ല. കാരണം വണ്ടി എത്താനുള്ള സാഹചര്യങ്ങളില്ല. രണ്ടാമത് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞവരെല്ലാം ഇതിൽ നിന്നും ഒഴിവായെങ്കിലും നമ്മുടെ കൂട്ടുകാരുടെയും എല്ലാവരും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ റോഡ് പണിതത്. അതൊരു വലിയ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഇത്രയും ഇതായിട്ട് എല്ലാവരും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇത്ര നല്ലതായിട്ടൊരു റോഡ് പണിയാൻ കഴിഞ്ഞ് ഒരു കോൺട്രാക്ടറെ കൊണ്ട് വർക്ക് ഏറ്റെടുപ്പിച്ചെങ്കിലും അതിൻ്റെ എല്ലാം ഫണ്ടെല്ലാം നമുക്ക് തന്നെ ഇവിടെ നിന്ന് മുടക്കാൻ കഴിഞ്ഞ്. അപ്പോൾ അതൊരു അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു പകുതി ഭാഗം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും സന്തോഷം തന്നെ ഒന്നാണ്.